നല്ല മഴയൊക്കെയല്ലേ, അപ്പം നമുക്ക് കപ്പയും തലക്കറിയും ഉണ്ടാക്കിയാലോ? അമ്മയും ഞാനും കൂടെ പോയിട്ട് ഒരു 2.5 കിലോ വരുന്ന ഒരു മീൻതല വാങ്ങിച്ചിട്ടുണ്ട്. കടയിലെ ചേട്ടായിയാണെങ്കിൽ അത് കട്ട് ചെയ്ത് നല്ല സൂപ്പറാക്കി തന്നിട്ടുണ്ടേ. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാനും അമ്മയും കൂടി പറഞ്ഞു തരാം. അപ്പോൾ മീൻതല കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക് ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മീൻതല ഇന്ന് നമുക്ക് കഴുകിയെടുക്കാം. ഗ്യാസ് ഓണാക്കിയ ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കടുക്, ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കുറവായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ എടുക്കുന്നത് 3 സ്പൂൺ കാശ്മീരി ചില്ലി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഫിഷ് മസാല എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി. ഈ ഒരു ടൈമിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് മറന്നു പോയിട്ടുണ്ട്. ഞാൻ വെള്ളം ആഡ് ചെയ്തതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു 2-3 പീസ് കുടംപുളിയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കത് അടച്ചു വയ്ക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻതലയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കറിയിൽ മുക്കി വെക്കണം. എന്നിട്ട് ഒന്നും കൂടെ നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി ആകുമ്പോഴേക്കും നമ്മൾ രാത്രിയിലേക്കുള്ള ചപ്പാത്തിയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില, വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻതല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും നമ്മുടെ മീൻകറിയൊക്കെ നല്ല എരിവും പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കപ്പ ഉണ്ടാക്കി കപ്പേൻ്റെ കൂടെ കഴിക്കാം.
ഇപ്പം നമ്മുടെ കപ്പ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. കപ്പയിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളി ഇത്രയിട്ടാണ് നമ്മളിത് വറവിടുന്നത്. നല്ല മൂപ്പിച്ച് വറവിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലോ? പാത്രത്തിലേക്ക് നല്ല ആവി വറക്കുന്ന കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നല്ല മീൻകറിയും കൂടി ഒഴിക്കാം. കപ്പയും തലക്കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കപ്പയും തലക്കറി ഇഷ്ടമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.